നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള കോണ്ടാക്ട്സുകളും നമ്മുടെ ഡാറ്റകളും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ മറ്റേതെങ്കിലും ആപ്പുകളോ വെബ്സൈറ്റുകളോ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള നമ്മുടെ ഡാറ്റകൾ ആരെങ്കിലും നമ്മുടെ ഡാറ്റകൾ നമ്മളറിയാതെ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സെറ്റിങ്സുകളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും താഴെ ഭാഗത്തോ അല്ലെങ്കിൽ മധ്യഭാഗത്തോ ഇതുപോലെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഓൾ സർവീസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് കാണാം കണക്റ്റഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും കീപ് ട്രാക്ക് യുവർ ഗൂഗിൾ അക്കൗണ്ട് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഗൂഗിളിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ, നമ്മുടെ കോൺടാക്റ്റുകൾ, നമ്മുടെ അഡ്രസ്സുകൾ, ബാങ്കുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗൂഗിളിൽ നിന്ന് ഈ ഡാറ്റകളൊക്കെ ട്രാക്ക് ചെയ്യുന്ന ചില ആപ്പുകളാണ് നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുക. ഇവിടെ താഴെ 17 ആപ്പ് എൻ്റെ ഫോണിനകത്ത് ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കാണാൻ ഞാൻ അറിയാത്ത ഏതോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ഉപയോഗിച്ച വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചാണ്. അതിനകത്ത് ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ അറിയാത്തതോ അറിയുന്നതോ ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്കൊന്നുമില്ല, ഇവിടെ കാണാൻ സാധിക്കും സൈൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് സി ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് നമ്മളറിയാതെ ഇൻസ്റ്റാൾ ചെയ്തോ ഉപയോഗിച്ചോ ആയിട്ടുള്ള ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാം ഈ ഒരു ആപ്പ് നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യുന്നത് ഏപ്രിൽ 4-നാണ് 12:50 രാത്രി 12:50 ഈ ഒരു ആപ്പ് എൻ്റെ മൊബൈൽ ഫോൺ ആക്സസ് ചെയ്യുന്ന ആരാണെന്നും ഏത് വെബ്സൈറ്റ് ആണെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇവിടെ വെച്ചാണെങ്കിൽ സ്റ്റോപ്പ് യൂസിങ് സൈൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഡിലീറ്റ് ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം വെയിറ്റ് ചെയ്താൽ ഇതുപോലെ കാണിക്കും. നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഇവിടെ നിന്ന് ലോഗൗട്ടായി എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ആപ്പ് ഇതിനകത്ത് കാണാനില്ല. അതുപോലെ നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും ആപ്പുകളോ വെബ്സൈറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളറിയാത്തതോ അറിയുന്നതോ ആയിട്ടുള്ള ഒരുപാട് ആപ്പുകളും വെബ്സൈറ്റുകളും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങളറിയാത്തതാണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങളത് ഡിസ്കണക്ട് ചെയ്ത് കളയണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ നിങ്ങളറിയാതെ ചോർന്നു പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.